ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ ലോ ഓഫ് ഏജൻസി ആണ്. ലോ ഓഫ് ഏജൻസിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെ പഠിക്കാനുള്ളത്? ആദ്യം നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഏജന്റ് എന്താണ്, പ്രിൻസിപ്പൾ എന്താണ്, ഏജൻസി എന്താണ്. അതിനുശേഷം നമുക്ക് റൂൾസ് ഓഫ് ഏജൻസി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസി പഠിക്കാനുണ്ട്. പിന്നെ എസെൻഷ്യൽസ് ഓഫ് ഏജൻസി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ക്രിയേഷൻ ഓഫ് ഏജൻസി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് 3 ടേംസ് നോക്കാം: ഏജന്റ്, പ്രിൻസിപ്പാൾ, ഏജൻസി. ഇപ്പൊ സെക്ഷൻ 182ലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഏജന്റിനെ പറ്റി പറയുന്നത്, ഏജന്റ് ആസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ. വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ. ഓർ ടു റെപ്രസെന്റ് അനദർ ഇൻ ഡീലിംഗ്സ് വിത്ത് തേർഡ് പേഴ്സൺ. അല്ലെങ്കിൽ ഒരാളെ റെപ്രസെന്റ് ചെയ്യാൻ, ഒരു തേർഡ് പേഴ്സന്റെ മുന്നിൽ ഒരാളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ. ഇതിനാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ടു ഹൂം സച്ച് ആക്ട് ഈസ് ഡൺ. ആർക്ക് വേണ്ടിയാണോ ഈ റെപ്രസെന്റേഷനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണോ അയാളെ നമ്മൾ, ഓർ ഹൂ ഈസ് സോ റെപ്രസെന്റഡ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൾ. അയാളെ നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയും. The contract which creates a relationship of agent and principal is called agency. ഇപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു കോൺട്രാക്റ്റിനാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. This relationship between the principal and agent may be created by an express or implied agreement. Express agreement ആവാം, അല്ലെങ്കിൽ implied agreement ആവാം. The purpose of agency is for creating contractual relationship between principal and third party. ശരിക്കും ഏജൻസി എന്ന് പറയുന്ന ഒരു പേർപ്പസ്, ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പാളും തേർഡ് പേഴ്സണും ആയിട്ടുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റിന് വേണ്ടിയിട്ട്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ബിസിനസ്മാന് എല്ലാ സ്ഥലത്തും ഒരുപാട് കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യേണ്ടി വരും. ഇപ്പം എല്ലാ സ്ഥലത്തും അയാൾക്ക് പേഴ്സണലി പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ലീഗൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ ഇയാളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ലോയറിനെ വെക്കും. ആക്ച്വലി പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്മാനെ ലീഗൽ കാര്യങ്ങൾ ഡീൽ ചെയ്യണം, അല്ലേ? അതിനു വേണ്ടിയാണ് ഇടയിൽ. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പാളും തേർഡ് പേഴ്സൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സണെ വെക്കുവാണ്. സെയിം തന്നെയാണ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടെയും ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പാളിനെയാണ്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നമ്മൾ ശരിക്കും അവിടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൂൾസ് ഓഫ് ഏജൻസി ആണ്. ഏജൻസിക്ക് മെയിൻലി 2 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അതിനാണ് നമ്മൾ റൂൾസ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. ഒന്നാമത്തത്, വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി ഹി ക്യാൻ ഡു ത്രൂ എൻ ഏജന്റ്. ഒരാൾക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഒരു ഏജന്റ് ത്രൂ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എക്സെപ്ഷൻ പറയുന്നത് പേഴ്സണൽ ഇൻ ക്യാരക്ടർ. ഒരാളുടെ പേഴ്സണലി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ മാരേജ്. നമുക്ക് മാരേജ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണം, വേറൊരു ഏജന്റിനെ വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഡ്യൂട്ടീസ് അനെക്സ്റ്റ് ഇൻ ഓഫീസ്, ഒരു ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഡ്യൂട്ടീസ് വരുവാണെങ്കിൽ ആ 2 കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി തന്നെ ചെയ്യണം. അതല്ലാത്ത ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഏജന്റ് ത്രൂ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത്, ഹി ഹൂ ഡസ് എൻ ആക്ട് ത്രൂ അനദർ ഡസ് ഇറ്റ് ബൈ ഹിംസെൽഫ്. ഒരാള് ഒരു ഏജന്റ് ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ തന്നെ ചെയ്തതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഏജന്റിനെ വെച്ചിട്ട് എൻ്റെ ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഞാൻ വിറ്റു എന്നാണ്. അപ്പൊ ഞാൻ അയാളെ ഓതറൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ദ ആക്ട് ഓഫ് എൻ ഏജന്റ് ആർ കൺസിഡേർഡ് ടു ബി ദ ആക്ട് ഓഫ് ദ പ്രിൻസിപ്പൽ. ഏജന്റിന്റെ എല്ലാ ആക്ഷൻസും പ്രിൻസിപ്പാളിന്റെ ആക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇത് രണ്ടുമാണ് ഏജൻസിയുടെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ്. നമുക്ക് പഠിക്കാനുള്ളത് എസെൻഷ്യൽസ് ഓഫ് ഏജൻസി. ഏജൻസി എന്ന് പറയുന്ന കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് ആണ്. ഒന്നാമത്തെ, എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൾ ആൻഡ് ഏജന്റ്. പ്രിൻസിപ്പൾ ഏജന്റ് തമ്മിൽ എന്തായിരിക്കണം, എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഈ എഗ്രിമെന്റ് എക്സ്പ്രസ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആക്ഷൻ കാരണം നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യുന്ന രീതിയിലുള്ള ആവാം, അല്ലെങ്കിൽ എക്സ്പ്രസ്ലി പറഞ്ഞതും ആവാം. അപ്പൊ 2 രീതിയിൽ നമുക്ക് അവിടെ എഗ്രിമെന്റ് ഉണ്ടാവാം. നെക്സ്റ്റ്, പ്രിൻസിപ്പൾ ഷുഡ് ബി കോമ്പിറ്റന്റ്. പ്രിൻസിപ്പാൾ കോമ്പിറ്റന്റ് ആവണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ കോമ്പിറ്റൻസി എന്തായിരുന്നു, അയാൾക്ക് സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതേപോലെ തന്നെ മൈനർ ആവാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ കോമ്പിറ്റൻസി ടു കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പാളിന് ഈ പറയുന്ന കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ്, ഏജന്റ് നീഡ് നോട്ട് ബി കോമ്പിറ്റന്റ്. ഇനി ഏജന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏജന്റ് കോമ്പിറ്റന്റ് ആവണം നിർബന്ധമില്ല. ഇപ്പൊ ഒരു മൈനറിന് വേണമെങ്കിലും ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ ഏജന്റിന് കോമ്പിറ്റൻസി വേണമെന്നില്ല, പക്ഷെ പ്രിൻസിപ്പാളിന് കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, നോ കൺസിഡറേഷൻ ഇസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ഏജൻസി. ഏജൻസി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡറേഷൻ വേണമെന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കൺസിഡറേഷൻ നെസസറി അല്ല. നോർമലി ഒരു കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ദർ മസ്റ്റ് ബി കൺസിഡറേഷൻ. പക്ഷെ ഇതിനകത്ത് സെക്ഷൻ 185 പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എക്സ്പ്രസ്ലി പ്രൊവൈഡ്സ് ദാറ്റ് ദർ നീഡ് നോട്ട് ബി എനി കൺസിഡറേഷൻ ടു ക്രിയേറ്റ് എൻ ഏജൻസി. നീഡ് നോട്ട് ബി എന്ന് പറയുന്നുള്ളൂ, നിർബന്ധമില്ല, പക്ഷെ നമുക്ക് കൺസിഡറേഷൻ ഉള്ള ഏജൻസി ആണെങ്കിൽ അതും ഓക്കെയാണ്. അപ്പൊ ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് ഏജൻസി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിയേഷൻ ഓഫ് ഏജൻസി ആണ്. എന്നുവെച്ചാൽ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ ഫസ്റ്റ്, ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ്. എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ലി നമ്മൾ ഒന്നുകിൽ സംസാരിച്ച് ഒന്നുകിൽ പറയുവാണ് ഇയാൾ എൻ്റെ ഏജന്റ് ആണെന്ന്, അല്ലെങ്കിൽ എഴുതി വെക്കുവാണ്, മീൻസ് ഒരു എഗ്രിമെന്റ് ആയിട്ട് വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ, അതിനാണ് നമ്മൾ എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പ്രസ് ഏജൻസി എന്ന് പറയുന്നത്. എക്സ്പ്രസ് ഏജൻസി പലതരത്തിലുണ്ട്. ഇപ്പൊ നമുക്കൊരു കേസ് നടത്താൻ വേണ്ടി ഒരു വക്കീലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രസ് എഗ്രിമെന്റ് ആണ്. ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ് ആയിട്ട് വരും അത്. മെയിൻലി നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറയുന്ന പവർ ഓഫ് അറ്റോർണി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമുക്ക് പകരം ഒരാളെ ഏൽപ്പിക്കുവാണ്, അപ്പൊ അയാളെ നമ്മൾ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്പ്രസ് എഗ്രിമെന്റ് ആണ്. നെക്സ്റ്റ്, ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ്. ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എഴുതുകയോ ആരോട് പറയുകയോ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ അയാളുടെ സർക്കംസ്റ്റാൻസസോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം, അയാളുടെ പ്രവൃത്തി കണ്ട് നമുക്ക് തോന്നുവാണ് ഇയാൾ ഏജന്റ് ആണെന്ന്. ഇതാണ് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഏജൻസി ബൈ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തേർഡ് പേഴ്സണിന്റെ മുന്നിൽ ഇയാൾ എന്റെ ഏജന്റ് അല്ലെന്ന് പറയുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ പറയാണ്, ഇപ്പം ABC 3 ആൾക്കാരുണ്ട്. അപ്പൊ എയുടെ പ്രസൻസിൽ ബി പറയാണ് സിയോട് ഞാൻ എയുടെ ഏജന്റ് ആണെന്ന്. ഏത് കേൾക്കുന്നുണ്ട്, പക്ഷെ എ ഒന്നും പറയുന്നില്ല, ഇല്ലെന്ന് പറയുന്നില്ല. അതിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, ഒരു അഗ്രിമെന്റിനെ റിജക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബി സിയുമായിട്ട് എന്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അതിന് എ ലയബിൾ ആയിരിക്കും. അതാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നോയിങ്ലി പെർമിറ്റ്സ് അനദർ പേഴ്സൺ ടു ആക്സസ് ഹിസ് ഏജൻസ്. അയാൾ അറിഞ്ഞുകൊണ്ട് പെർമിറ്റ് ചെയ്യുവാണ് എന്ന് വെച്ചാൽ അത് അങ്ങനെയല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ആ സിറ്റുവേഷൻ ആണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇതൊരു എസ്റ്റോപ്പലിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരാള് കണ്ടിന്യൂസ്ലി മറ്റേ ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുടെ ആക്ഷൻ കാരണം, ഒരു പോസിറ്റീവ് അഫർമേറ്റീവ് ആക്ട് കാരണം, പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അങ്ങനെ ഒരു ആക്ട് കാരണം മറ്റേ ആളങ്ങ് വിശ്വസിക്കുവാണ് അയാളുടെ ഏജന്റ് ആണെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരാള് അയാളുടെ സെർവന്റ് ത്രൂ സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണ് ഒരു കടയിൽ നിന്ന് എപ്പോഴും. അപ്പം ആ കടയിലെ ആൾക്കറിയാം ഇന്ന ആൾക്ക് വേണ്ടിയാണ് ഈ സെർവന്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പം കടയിലെ ആള് ആരുടെ പൈസ ചോദിക്കുന്നത്? ആ ഓണർ അടുത്താണ് ചോദിക്കുന്നത് അല്ലെ, പ്രിൻസിപ്പാളിന്റെ അടുത്താണ് സാധനത്തിന്റെ വില ചോദിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ സെർവന്റ് അയാളുടെ സ്വന്തം സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും കടയിലുള്ള ആള് ഷോപ്പ് കീപ്പർ എസ്യൂം ചെയ്യുന്നത് അത് പ്രിൻസിപ്പാളിന് വേണ്ടിയാണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു എഗ്രിമെന്റ് അവിടെ ഇല്ല, പക്ഷെ അത് നമ്മൾ ഹോൾഡിംഗ് ഔട്ട് ആണ്. എന്ന് വെച്ചാൽ അയാളുടെ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് കാരണം, പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുള്ള ഒരു മുന്നേ ഉള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാരണം അയാൾ അവിടെ അസ്യൂം ചെയ്യപ്പെടുവാണ് ഇത് ഏജന്റ് ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പം അയാള് ഏജന്റ് ആണ്, പക്ഷെ അയാള് ആ ഒരു പൊസിഷനിൽ നിന്ന് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ലാബിലിറ്റി പ്രിൻസിപ്പാളിന് വരും. നെക്സ്റ്റ്, ഏജൻസി ബൈ നെസസിറ്റി. ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ ഒരു ഏജന്റ് അല്ലാത്ത ആളും ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി അയാൾ ഏജന്റ് അല്ല, പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് ഏജന്റ് പോലെ വർക്ക് ചെയ്യേണ്ടി വന്നു. ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമുക്കൊരു കേസ് ലോ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു കുതിരയെ റെയിൽവേയിലെ കൂടി ട്രാൻസ്പോർട്ട് ചെയ്തു. അപ്പൊ അത് ഇന്ന സ്റ്റേഷനിൽ ഒരാൾ വാങ്ങിക്കാൻ വരുമെന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരാൾ വന്നില്ല. അപ്പം വരാത്ത സ്ഥിതിക്ക് ആ കുതിരയെ നമ്മൾ റെയിൽവേക്കാർ നോക്കേണ്ടി വന്നു.
അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ റെയിൽവേക്കാരെ ഏജന്റ് ആയിട്ട് ഏൽപ്പിച്ചിട്ടേ ഇല്ല. പക്ഷെ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വേറൊന്നും ഇല്ല എന്ന് വെച്ചാൽ കുതിരക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ കുതിരക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ഒരു ഏജന്റിനെ പോലെ അവിടെ വർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ ഒരാൾക്ക് ഏജന്റിനെ പോലെ വർക്ക് ചെയ്യേണ്ടി വരുവാണ്. നെക്സ്റ്റ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഇതിൽ പറയുന്നത് ലീഗലി അവരൊരു ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊമോട്ടേഴ്സ് അതിന്റെ ഏജന്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് ലോ പ്രകാരം അങ്ങനെയാണ്. അപ്പൊ ഇത്രയും അല്ല, ഇനി ബാക്കി നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. ടൈപ്പ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി ആണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റിൽ ഒരാൾ എൻ്റർ ചെയ്യുകയാണ്, ഒരു തേർഡ് പേഴ്സണ് വെച്ചിട്ട് ഒരു എഗ്രിമെന്റ് എൻ്റർ ചെയ്യാണ്. പക്ഷെ തേർഡ് പേഴ്സൺ അറിയാൻ പാടില്ല എൻ്റെ പേരിൽ ഇവർ എഗ്രിമെന്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അയാൾ പിന്നീട് അതിനെപ്പറ്റി അറിയുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ എഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം അല്ലെ, അയാളുടെ ഓപ്ഷനാണ്. അപ്പൊ അയാൾ എഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ പണ്ട് നടന്ന ഒരു കോൺട്രാക്ട് അയാൾ ഇപ്പം ഓക്കെ എന്ന് പറയുകയാണ്. അപ്പൊ അതാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ റാറ്റിഫിക്കേഷനിൽ നമുക്കൊരു ഏജന്റ് ആയിട്ട് ഇപ്പോൾ ഒരാളെ ഏജന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു, പക്ഷെ അയാളോട് പറഞ്ഞില്ല, അയാൾ ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കോൺട്രാക്ട് അയാൾ ഏൽപ്പിച്ചു. പക്ഷെ അയാൾ അറിയുന്നത് പിന്നീടാണ്. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഏജന്റ് ആണെന്ന് സമ്മതിക്കാം, അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കാം. ഇതൊക്കെ റാറ്റിഫിക്കേഷനിൽ വരുന്നതാണ്. അതിൽ കുറച്ച് റൂൾസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ, ഏജന്റ് മസ്റ്റ് പേർപ്പർ ടു ആക്ട് ഫോർ ദ ഡെഫിനിറ്റ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിന് വേണ്ടി ആക്ട് ചെയ്തതായിരിക്കണം ഏജന്റ്. ഇപ്പം ഒരു കേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഏജന്റ് അയാള് ഏജന്റ് ആയിട്ട് ഓതറൈസ്ഡ് ആയിരുന്നു, പക്ഷെ അത് റാറ്റിഫൈഡ് അല്ല. അപ്പൊ ആ സമയത്ത് അയാളുടെ അടുത്ത് ഒരു വീറ്റ് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു ഇന്ന പ്രൈസിന്. പക്ഷെ അയാൾ പോയിട്ട് ആ പ്രൈസിനല്ല പർച്ചേസ് ചെയ്തത്, വേറെ പ്രൈസിന് പർച്ചേസ് ചെയ്യാണ്, അത് സ്വന്തം പേരിൽ പർച്ചേസ് ചെയ്യാണ്. പിന്നീട് ഇത് റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും എന്ന് വെച്ചാൽ അയാള് ആ ഒരു ഡെഫിനിറ്റ് പ്രിൻസിപ്പാളിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് റാറ്റിഫിക്കേഷൻ വർക്ക് ആവില്ല. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൾ മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയവും റാറ്റിഫൈ ചെയ്ത് ആ കോൺട്രാക്ട് വാലിഡ് ആവുന്ന സമയവും രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. ഒരാൾ കോൺട്രാക്ട് എൻ്റർ ചെയ്തു, അതിൽ ഒരാൾക്ക് അറിയാൻ പാടില്ലായിരുന്നു, പക്ഷെ ഫ്യൂച്ചറിലാണ് അറിയുന്നത്, അപ്പോഴാണ് റാറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് ടൈം ഉണ്ട് ഇതിൽ ദ പ്രിൻസിപ്പൾ മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആള് ഇൻ എക്സിസ്റ്റൻസ് ആയിരിക്കണം. ഇൻ എക്സിസ്റ്റൻസ് ആ സിറ്റുവേഷൻ ഒക്കെ വരുന്ന എപ്പോഴാണ്, നമ്മുടെ ഇപ്പം ഒരു കമ്പനിയുടെ കേസിലാണ് കമ്പനി എക്സിസ്റ്റൻസിൽ വരുന്നത്, ഇൻകോർപ്പറേഷനിലാണ് കമ്പനി എക്സിസ്റ്റൻസിലാവുള്ളൂ അല്ലെ. ഇപ്പൊ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ കമ്പനിയുടെ പേരിൽ ആരെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അത് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇൻകോർപ്പറേഷന് മുന്നേ അവിടെ കമ്പനി ഇല്ല. അപ്പൊ ജനിക്കുന്നതിന് മുന്നേ നടന്ന ഒരു കോൺട്രാക്ട് നമുക്ക് ഇപ്പൊ റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പറഞ്ഞത്, പ്രിൻസിപ്പൾ മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൾ മസ്റ്റ് ഹാവ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ബോത്ത് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് റാറ്റിഫിക്കേഷൻ. ഇപ്പൊ രണ്ട് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് ടൈമിലും പ്രിൻസിപ്പാളിന് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു മൈനർ ആയിരിക്കുന്ന സമയത്ത് നടന്ന ഒരു കോൺട്രാക്ട് അയാൾ മേജർ ആയി കഴിഞ്ഞാൽ റാറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ആ സമയത്ത് അയാൾക്ക് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഇല്ല അല്ലെ. നെക്സ്റ്റ്, റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി വിത്ത് ഫുൾ നോളജ് ഓഫ് ഫാക്ട്സ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മാത്രമേ റാറ്റിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അയാൾക്ക് എന്തൊക്കെ അതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അതിനെ പറ്റി അല്ലെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും അറിഞ്ഞതിന് ശേഷം മാത്രമേ റാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. റാറ്റിഫിക്കേഷനിലെ ബാക്കി റൂൾസ് നോക്കാം. അതിൽ നെക്സ്റ്റ് വരുന്നത്, റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി മെയ്ഡ് ഐദർ വിത്തിൻ ദ ടൈം ഫിക്സ്ഡ് ഫോർ ദ പർപ്പസ് ഓർ വിത്തിൻ എ റീസണബിൾ ടൈം. അതിനുവേണ്ടി എത്ര ടൈമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് റാറ്റിഫിക്കേഷൻ, ആ ടൈമിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം. അത് ഓരോ കോൺട്രാക്റ്റിനും ഡിഫറെന്റ് ആയിരിക്കും. അതിൽ ചിലപ്പോൾ ഡീൽ ചെയ്തിരുന്ന പ്രോഡക്ട്സിന്റെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡോ അങ്ങനെ എന്തിനെങ്കിലും ബേസ്ഡായിരിക്കും റീസണബിൾ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒന്നിക്ക് റീസണബിൾ ടൈമിനുള്ളിൽ അത് റാറ്റിഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ടൈം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ നമ്മൾ റാറ്റിഫൈ ചെയ്തിരിക്കണം. റാറ്റിഫിക്കേഷൻ മസ്റ്റ് നോട്ട് സബ്ജക്ട് തേർഡ് പാർട്ടി ടു ഡാമേജ്. ഇതിൽ നമ്മൾ റാറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് എന്തെങ്കിലും നഷ്ടം വരാൻ പാടില്ല. ഇപ്പൊ ഇതിൽ ഒരാളുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്ത് എന്തെങ്കിലും നഷ്ടം വരുത്തി എന്നിട്ട് അയാളോട് റാറ്റിഫൈ ചെയ്യാൻ പറയുന്നത് ശരിയല്ല. ഒരു ഡാമേജ് വരാത്ത രീതിയിലുള്ള കോൺട്രാക്ട്സ് മാത്രമേ നമുക്ക് റാറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ്, ദ ആക്ട് ടു ബി റാറ്റിഫൈഡ് മസ്റ്റ് ബി ലോഫുൾ വൺ. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റോ അതൊന്നും നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. വാലിഡ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കോൺട്രാക്ട്സ് മാത്രമേ നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
The act to be ratified must be within the principal's authority. അപ്പൊ അയാൾക്ക് അതോറിറ്റി ഉള്ള കാര്യത്തിന് മാത്രമേ പ്രിൻസിപ്പാളിന് നമ്മൾ ആലോചിക്കേണ്ടത് ഏജന്റ് ഇല്ലാതെ ആ പ്രിൻസിപ്പാളാണ് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടെങ്കിൽ അത് ഏജന്റ് ത്രൂ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ അതോറിറ്റി ഇല്ലാത്തൊരു കാര്യം ഒരു ഏജന്റ് ചെയ്തിട്ട് പിന്നെ അത് ഇയാൾക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാളുടെ അതോറിറ്റിക്ക് അകത്തിരിക്കുന്ന ഒരു സംഭവം മാത്രമേ ഒരു പ്രിൻസിപ്പാളിനെ റാറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് റാറ്റിഫിക്കേഷൻ റിലേറ്റ് ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദ ആക്ട് ഓഫ് ദ ഏജന്റ്. അപ്പം എപ്പോഴാണോ ആ ആക്ട് നടന്നിരിക്കുന്ന ഏജന്റിന്റെ അപ്പൊ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അയാള് ഏജന്റ് ആയിട്ട് ചെയ്തതുപോലെ ഏജന്റ് അതോറിറ്റിയിൽ ചെയ്തതുപോലെ അതേ എഫക്ട് വരും. അന്ന് അയാൾക്ക് അതോറിറ്റി ഇല്ലാതെയാണ് അത് ചെയ്തത്. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിൽ അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്റ്റിലും നമ്മുടെ ഏജന്റ് ആയിട്ട് അയാൾ വർക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ അതിന്റെ റെസ്പോൺസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് റാറ്റിഫിക്കേഷൻ ഷുഡ് ബി ഓഫ് ദ ഹോൾ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റാറ്റിഫൈ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി റാറ്റിഫൈ ചെയ്യണം. അതിൽ നമുക്ക് പകുതി റാറ്റിഫൈ ചെയ്തു എന്ന് വെച്ചാൽ പാർഷ്യൽ റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം അവിടെ ഇല്ല. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി റാറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുക, രണ്ട് ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. ഇപ്പൊ ഇത്രയാണ് റാറ്റിഫിക്കേഷന്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ക്രിയേഷൻ ഓഫ് ഏജൻസിയുടെ ടൈപ്സ് വരുന്നത്. ഒന്നാമത്തെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? എക്സ്പ്രസ് എഗ്രിമെന്റിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് അഗ്രിമെന്റിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏജൻസി ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം ക്രിയേറ്റ് ആവാം, അല്ലെങ്കിൽ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. ഈ 4 ടൈപ്പിലാണ് നമുക്ക് ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് ഡിസ്കസ് ചെയ്തത് ലോ ഓഫ് ഏജൻസി ആണ്. ലോ ഓഫ് ഏജൻസിയിൽ നമ്മൾ ആദ്യം കുറച്ച് ടേംസ് പഠിച്ചു. ഏജന്റ് എന്താണ്, പ്രിൻസിപ്പൽ എന്താണ്, ഏജൻസി എന്താണെന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മുടെ 2 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഏജൻസി ആണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എസെൻഷ്യൽസ് ഓഫ് ഏജൻസി ആണ്. പിന്നെ നമ്മൾ ഏജൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൽ നമ്മൾ 4 ടൈപ്സ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.